ജൂലൈ 29. അപ്പോൾ ഇന്ന് ഗുരു പൂർണ്ണിമയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന്, ഞങ്ങളുടെ ഗുരുക്കന്മാർക്ക് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മോളുടെ A4 ഷീറ്റ് മുകളിലിരിക്കണല്ലോ. അപ്പോൾ ക്രിയേറ്റീവായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യണല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കുള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇനി അതിൻ്റെ അൽക്കുലത്തെ പണികളിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് A4 ഷീറ്റൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. അവർക്കുള്ള കാർഡും ഹാൻഡ് മെയ്ഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മുതുക്കിക്ക് എന്നിട്ട് ഈ വയസ്സാം കാലത്ത് ടീച്ചേഴ്സ് എന്ന്. ഞാൻ എന്താ പറയുക, എനിക്ക് പ്രായമായാലും ഞാനൊരു ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡാൻസ് ക്ലാസ്സിലത്തെ ടീച്ചർക്കാണ് കേട്ടോ ഈ 2 ഗിഫ്റ്റും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയൊരു ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 ഗുരുക്കന്മാരാണുള്ളത്. 2 പേരും ഞങ്ങളെയൊക്കെ താഴെ ആയാലും അതെ ഞങ്ങളെ വിദ്യ പഠിപ്പിച്ച് തരുന്നവരായ കാരണം നമ്മൾ ഗുരു എന്ന് തന്നെ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ 2 ആൾക്കുള്ള കാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. രാത്രി തന്നെ സെറ്റ് ചെയ്തു. ഇന്ന് ഗുരുക്കന്മാരെ സർപ്രൈസ് ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഗുരു പൂർണ്ണിമയാണല്ലോ. അപ്പോൾ ഇന്ന് അവരെ ശരിക്കും സർപ്രൈസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ചെയ്ത് വന്നപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലായി. ഈ കാർഡ് നേരെ ഉൾട്ടയായിപ്പോയി. ഞാൻ ചെയ്ത ഭാഗം തെറ്റിപ്പോയി. അപ്പോൾ ആകെ വിഷമമായി. എന്നിട്ട് രാത്രി തന്നെ ഇരുന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ കിടന്നത് കേട്ടോ. അപ്പോൾ അതേ 2 ആൾക്കുള്ള 2 കാർഡുകൾ സെറ്റ് ചെയ്തു. ബൊക്കെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൊക്കയ്ക്ക് പൂവ് വയ്ക്കാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൂവ് ഞങ്ങൾ ഇന്ന് പോണ വഴിക്ക് എവിടെയെങ്കിലും പറിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞ് 2 ആളെ കാർഡും സെറ്റാക്കി, 2 ആൾക്കുള്ള ബൊക്കയും സെറ്റാക്കി, ഫ്ലവർ പൊങ്കറ്റ്. അത് കഴിഞ്ഞ് കാർഡൊക്കെ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. അത് കഴിഞ്ഞ് നല്ല ഭംഗിയിൽ അതൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ഭംഗിയിലെല്ലാം റെഡിയാക്കി എന്നാണ് എൻ്റെ വിചാരം. ഇതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 2 പേർക്കും അറിയില്ല ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം. ഒരാൾക്ക് ഇന്ന് ഓൾറെഡി ക്ലാസ് ഉള്ള കാരണം ആൾ സാധാരണ പഠിപ്പിക്കാൻ വരുന്ന പോലെയാണ് വരുന്നത്. മറ്റാൾക്ക് തീരെ അറിയില്ല. പിന്നെ ആ ഗുരു തീരെ വയ്യാതിരിക്കുകയാണ് കാരണം ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടാണ്, ഗുരുവിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ടാണ് ഇന്ന് ഞങ്ങൾ ഗുരുവിനെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഗുരുവിനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവർക്ക് ഇന്ന് ഗുരുപൂർണ്ണിമയായിരുന്നു. നമ്മുടെ സ്വീറ്റ്സൊക്കെ മേടിക്കണം. അപ്പോൾ 2 ആൾക്കുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ മോളും കൂടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ മോളും ഞാനും കൂടി ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലത്തെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടി പുറപ്പെട്ടു. അങ്ങനെ 2 ആൾക്കുള്ള 2 കവറായിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. 2 ആൾക്ക് 2 കവറിലാക്കി കൊണ്ടുപോയി. അപ്പോൾ ആ കുട്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ രുത്തിക്കാൻ്റെ വീട്ടിലെത്തി. രുത്തിക്കാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സമയം കൊണ്ട് കുറച്ച് നേരം 2 പൂക്കളൊക്കെ കിട്ടിയപ്പോൾ വേഗം ആ പൂക്കളൊക്കെ പൊട്ടിച്ച് ഞാൻ ഈ ബൊക്കയുടെ ഉള്ളിൽ കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ദൂരമുണ്ട് നടക്കാൻ ഞങ്ങളുടെ അവിടെ നിന്ന്. അങ്ങനെ എന്താ പറയുക, കുറച്ച് ദൂരമുണ്ട്. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെല്ലപ്പച്ചൻ്റെ ചായക്കടയോ എന്തൊരു ചായക്കട ഉണ്ട്, ടീ ഷോപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ വേണം പോവാൻ പറഞ്ഞിട്ട് ആൾ. അപ്പോൾ എനിക്കിവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു വഴി തെറ്റുമോ എന്നൊരു സംശയമായി. എന്നാലും ഞാൻ ഒരു ഊഹാപോഹം വെച്ച് ഞാനങ്ങനെ നടന്നു. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടന്ന് എത്തണില്ല, നല്ല ദൂരമുള്ള പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പിന്നെ 6:30 ഞങ്ങൾക്ക് തിരിച്ചെത്തും വേണം. കാരണം 6:30 ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് ഉള്ള കാരണം അവിടുത്തെ ഗുരുവിനെ സർപ്രൈസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ഗുരുവിനെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഗുരുവിൻ്റെ അവിടേക്ക് എത്താറായിട്ടോ. ഞങ്ങളപ്പോൾ നടന്ന് എത്തി ഗുരുവിൻ്റെ വീടെത്താറായിട്ടോ. ഗുരുവിൻ്റെ വീട്ടിലേക്ക് കിടക്കണ ഇടവഴിക്ക് എത്തി. ഇത് ഈ കാണുന്ന സെക്കൻഡ് ഹൗസാണ് ഗുരുവിൻ്റെ വീട് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയം വളരെ നല്ലതായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. മഹാമോശപ്പെട്ട സമയത്താണ്, കാരണം രാവിലെ പോയതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു സന്ധ്യാസമയം ആയിരുന്നപ്പോൾ ഒരു വിളക്ക് കൊളുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആൾ തീരെ ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ വരണ്ടോന്നൊന്നും അറിയില്ല. ആളെ ഞങ്ങൾ ശരിക്കും സർപ്രൈസ് ആക്കി. ആൾക്ക് ഞങ്ങളെ കണ്ടപ്പോൾ കരയണോ ചിരിക്കണോ ആകെ ഒരു വിഷമത്തിലാണ് ആൾ ഇരുന്നിരുന്നത്. കാരണം കരഞ്ഞു, സന്തോഷം കൊണ്ട് ആനന്ദാശ്രമൊക്കെ പൊഴിച്ചു. ഇങ്ങനെ ഞങ്ങൾ അവസാനം വീടൊക്കെ തല്ലി തുറന്ന് അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം കുടുംബം പോലെയാണ് ഞാൻ ചെല്ലുന്നത്. കാരണം ഞാനും അവളും ഇപ്പോഴും കുറേ കാലങ്ങളായി തുടങ്ങിയ ബന്ധമാണ്, ഒരു 7-8 കൊല്ലമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ചേട്ടത്തി അനിയത്തി ബന്ധം പോലെയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് അവളുടെ ബ്രദർ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടാൽ അവൻ ചാടി എണീറ്റ് അവൻ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗുരുവിടെ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗുരുവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നടന്ന് ഗുരുവിനെ ഞങ്ങൾ ഗുരുവിനെ റൂമിൽ നിന്ന് കിട്ടി. പിന്നെ റൂമൊന്നും കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. കാരണം ഇത് നമ്മൾ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തു പക്ഷേ അത് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലാത്ത കാരണം ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗുരു. അപ്പോൾ ഗുരുവിനെ സർപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗുരുവിനെ സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ്
ഇതേ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെത്തി. ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലത്തെ ഗുരുവിന് ഇതേ ബൊക്കെയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഗുരു അറിയാതെ അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതേ ഞാൻ പറഞ്ഞു ഇതേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബൊക്കെ കൊടുത്തപ്പോൾ ആളുടെ എക്സ്പ്രഷൻ നിങ്ങൾ കാണണം. ഇതെന്താന്നൊക്കെ ചോദിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഓരോ ഗിഫ്റ്റുമായിട്ട് ഓരോരുത്തരിൽ കൊടുത്ത് ഓരോരുത്തർ കാലിലൊക്കെ വീണു. അപ്പോൾ ആൾക്ക് ആകെ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞ് കാർഡ് ഞാനാണ് കൊടുത്തത്. അപ്പോൾ ആൾ വിചാരിച്ചു ഇതെന്താന്ന് ഇന്നെന്താ ഇവർക്കൊക്കെ ഭ്രാന്ത് ഇളകി ഈശ്വരാന്ന്. അത് കഴിഞ്ഞ് ആളുടെ കാലിൽ വീഴാൻ വേണ്ടി പോയി. ആൾ സമ്മതിച്ചില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.